ഈ വോട്ട് ചെയ്തതിന് ശേഷം രാഹുൽ ആദ്യഘട്ടത്തിലാണെങ്കിലും ഒക്കെ നേരെ ഈ മണ്ഡലത്തിലെത്തുന്നു. പിന്നീട് ഏത് ഘട്ടത്തിലാണെങ്കിലും മണ്ഡലത്തിലെത്തുമ്പോൾ ഈ പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിൽ എത്തി അവരുടെ വീട് കയറി ഇറങ്ങി ഒന്ന് അവരോട് സംസാരിച്ച് അത്തരത്തിലുള്ള ഒരു MLA ആണ് സാധാരണഗതിയിൽ ഇവിടെ കാണാറ്. നമ്മൾ ആദ്യഘട്ടത്തിലേക്ക് ഈ രാഹുൽ ആരോപണം വന്ന് പിന്നീട് മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷം തിരിച്ചെത്തിയപ്പോഴും ഇതേ കാഴ്ച നമ്മൾ കണ്ടതാണ്. തിരിച്ചെത്തി ഓരോ വീട് കയറി ഇറങ്ങി ആളുകളോട് സംസാരിക്കുന്ന, അവരോട് ഹസ്തദാനം നൽകുന്ന അങ്ങനെ ഒരു MLA കണ്ടതാണ്. അതേപോലെ തന്നെ ഇപ്പോഴും അത് തുടരുന്നു. ഒളിവിൽ കഴിഞ്ഞ് ഇത്രയും ദിവസം മണ്ഡലത്തിൽ നിന്ന് ഒക്കെ മാറി നിന്ന് MLA ഓഫീസിലെ കാര്യങ്ങൾ പോലും നോക്കാതെ മാറി നിന്ന ഒരു MLA ഒളിവ് ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന മട്ടിൽ ഓരോ വീടും കയറി ഇറങ്ങി തന്നെ ആളുകളോട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. MLA ഓഫീസിന് ചുറ്റുമുള്ള വീടുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെയുള്ള വീടുകളിലാണ് രാഹുൽ കയറി ഇറങ്ങുന്നത്. പക്ഷേ ആ പരാതി നൽകിയ ശേഷം രാഹുൽ ഒളിവിൽ പോയി എന്ന രീതിയിലുള്ള എവിടെയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കേണ്ടതില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.